ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ആൽഗെ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലൈഫ് സൈക്കിൾസ് ഇൻ ആൽഗെ ആണ്. അതിൽ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പഠിക്കാനുള്ളത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, haplobiotic life cycle, biontic life cycle, okay, biontic life cycle and haplodiplobionic life cycle. Diplontic life cycle നോക്കാം. അപ്പോൾ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഇറ്റ് ഈസ് എ റിവേഴ്സൽ ഓഫ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ആദ്യം അത് ഓർത്ത് വെക്കണം, ദാറ്റ് ഈസ് റിവേഴ്സൽ. ഓക്കെ, ഇറ്റ് ഈസ് റിവേഴ്സൽ ഓഫ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അതായത് ഇവിടെ പ്രോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. ഹാപ്ലോയിഡ് ഗാമെറ്റോഫൈറ്റിക് ഫേസ് ഓക്കെ ഇൻ ദ ലൈഫ് സൈക്കിൾ ഈസ് റെപ്രസെന്റഡ് ഓൺലി ബൈ ഗമേറ്റ്സ്. അപ്പം ദ സൈഗോട്ട് എന്ത് ചെയ്യും? ദ സൈഗോട്ട് ഫോംസ് എ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി. സൈഗോട്ട് ഫോംസ് എ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി. അപ്പം സാധാരണയായിട്ട് കാണപ്പെടുന്നത് ബാസിലറോഫൈസിയെ, സർഗാസം, ഫ്യൂക്കസ്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ മനസ്സിലാക്കിയിരിക്കണം. ദാറ്റ് ഈസ് റിവേഴ്സൽ ഓഫ് ദ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഇപ്പോൾ പ്രോമിനന്റ് ഫേസ്, ഓക്കെ, പ്രോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. ഹാപ്ലോയിഡ് ഗാമെറ്റോഫൈറ്റിക് ഫേസ് ഈസ് റെപ്രസെന്റഡ് ഓൺലി ബൈ ദ ഗമേറ്റ്സ്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ നോക്കാം. ഇവിടെ ഹാപ്ലോയിഡും അതുപോലെ തന്നെ ഡിപ്ലോയിഡ് ഫേസസ് ദേ ആർ ഈക്വൽ പ്രോമിനന്റ്. മീൻസ് gametophyte concerned with the production of gametes, okay, fuse to form the diploid zygote. Then zygote will germinate to form a diploid sporophytic plant body, which is concerned with the production of haploid spores. Okay, and these haploid spores are called as meiospores. Haploid spores are called meiospores, and they germinate to form gametophyte. But in this phase, that is in diplohaplontic life cycle, sporophytic phase alternate with gametophytic phase equally. ഓക്കെ, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ ഒരു കേസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹാപ്ലോയിഡ് ഫേസ് ആസ് വെൽ ആസ് ഡിപ്ലോയിഡ് ഫേസ് ദേ ആർ ഈക്വൽ പ്രോമിനന്റ്. ഓക്കെ, gametophyte is concerned with the production of gametes. Okay, gametes, and they fuse together to form the diploid zygote. Zygote they will germinate to form a diploid sporophyte. Okay, diploid sporophytic plant body, and which is concerned with the production of spores. That means sporophyte concerned with the production of haploid spores. Okay, so these haploid spores are called as meiospores. Okay, haploid spores are called as meiospores. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി there are two types of, ഇവിടെ ശ്രദ്ധിക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. There are two types of diplohaplontic life cycle, that is isomorphic and heteromorphic. Isomorphic type നമുക്ക് നോക്കാം. മോർഫിക് ടൈപ്പ് എന്താണെന്ന് നോക്കാം. അതായത് ഐസോമോർഫിക് ടൈപ്പിലെ സ്പോറോഫൈറ്റ് ആൻഡ് ഗാമെറ്റോഫൈറ്റ് ആർ മോർഫോളജിക്കലി സിമിലർ. ഓക്കെ, ഈ ഒരു ഡയഗ്രാമിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ദാറ്റ് ഈസ് ഗാമെറ്റോഫൈറ്റ്, ഓക്കെ, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റും അതുപോലെ തന്നെ ഹാപ്ലോയിഡ് ഗാമെറ്റോഫൈറ്റും ദേ ആർ മോർഫോളജിക്കലി സിമിലർ. ഓക്കെ, ബട്ട് ദേ ആർ ജനറ്റിക്കലി ഡിഫറെൻറ്റ്. ദിസ് ടൈപ്പ് ഓഫ് diplohaplontic life cycle is known as isomorphic life cycle. Okay, isomorphic. That means diploid sporophyte and haploid gametophyte look alike. ഒരുപോലെ തന്നെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലൈഫ് സൈക്കിളിന് ഐസോമോർഫിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉൽവ, ഓക്കെ, അതുപോലെ തന്നെ ക്ലാഡോഫോറ, ഇതൊക്കെ ഐസോമോർഫിക് ലൈഫ് സൈക്കിളാണ്. ഓക്കെ, isomorphic haplontic life cycle, alternating sporophyte and gametophyte are morphologically similar. Zygote produces sporophytic thallus that produces meiospores in sporangium, okay, by reduction division. Then meiospores germinate to form gametophytic thallus that forms gametes in sex organs. Okay, and syngamy between gametes yield zygote that produces diploid thallus. അപ്പോൾ ജസ്റ്റ് ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട
കാര്യങ്ങൾ ഐസോമോർഫിക് ആണെങ്കിൽ സ്പോറോഫൈറ്റ് ആൻഡ് ഗാമെറ്റോഫൈറ്റ് മോർഫോളജിക്കലി സിമിലർ. ഓക്കെ, ഹെറ്ററോമോർഫിക് ടൈപ്പ് നോക്കാം. ഹെറ്ററോമോർഫിക് ടൈപ്പ് ആണെങ്കിൽ in heteromorphic diplohaplontic life cycle, that means alternating generations, they are morphologically dissimilar. Okay, morphologically dissimilar ആണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഗാമെറ്റോഫൈറ്റിക് ഫേസ്, അതുപോലെ സ്പോറോഫൈറ്റിക് ഫേസ്. അപ്പോൾ ഇവിടെ ഇതാണ് സ്പോറോഫൈറ്റിക് സ്പോറോഫൈറ്റ്. അപ്പോൾ ഗാമെറ്റോഫൈറ്റും അതുപോലെ തന്നെ സ്പോറോഫൈറ്റും ദേ ആർ മോർഫോളജിക്കലി ഡിഫറെൻറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദേ ആർ മോർഫോളജിക്കലി ഡിഫറെൻറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ആണെങ്കിൽ ദേ ആർ മാക്രോസ്കോപ്പിക്. ഓക്കെ, സ്പോറോഫൈറ്റിക് പ്ലാന്റ് ആർ മാക്രോസ്കോപ്പിക് ആൻഡ് ഗാമെറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി എങ്ങനെയാണ്? ദേ ആർ സ്മോളർ. ഓക്കെ, ഇപ്പോൾ ഹെറ്ററോമോർഫിക് ടൈപ്പ് ആണെങ്കിൽ in heteromorphic diplohaplontic life cycle, alternating generations are morphologically dissimilar. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. That is, sporophyte has elaborate development as compared to gametophyte. Then examples പറയുകയാണെങ്കിൽ ലാമിനേറിയ എക്സിബിറ്റ് ഡിപ്ലോഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. ഓക്കെ, മറന്നു പോകാൻ പാടില്ല. ലാമിനേറിയ എക്സിബിറ്റ് ഡിപ്ലോഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ വിത്ത് മാക്രോസ്കോപ്പിക് സ്പോറോഫൈറ്റ്സ്. ഓക്കെ, ഫോളോഡ് ബൈ മൈക്രോസ്കോപ്പിക് ഗാമെറ്റോഫൈറ്റ് വിത്ത് ഊഗാമസ് മോഡ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഹാപ്ലോബയോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. ദർ ഐദർ ഡൈഫേസിക് ഓർ ട്രൈഫേസിക് ഇൻ ലൈഫ് സൈക്കിൾ. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഒരു ലൈഫ് സൈക്കിൾ സാധാരണ കാണപ്പെടുന്നത് നിമാലിയോൺ എന്ന് പറയുന്ന റെഡ് ആൽഗയാണ്. ഇത് എക്സിബിറ്റ് ആൽഗയിലാണ്. That means they exhibit two haploid phases and a diploid zygote. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. That is, two haploid phases followed by diploid phases. Okay. അപ്പം gametophyte phase. Okay, gametophyte phase, they produces haploid gametes. Okay, they produces haploid gametes. And this male and female gamete fuse together to form a zygote. Okay, and the zygote is diploid. Then zygote undergo reduction division to form a haploid spores. Okay, haploid spores, they produce carpospores. Okay, then these carpospores will germinate to form a haploid gametophytic generation. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഹാപ്ലോബയോണ്ടിക് ലൈഫ് സൈക്കിൾ. ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതായത് ഗാമെറ്റോഫൈറ്റ് ഫേസ് എൻ, അതുപോലെ തന്നെ കാർപ്പോസ്പോസ്. ഓക്കെ, കാർപ്പോസ്പോറോഫൈറ്റ് ഫേസും എൻ ആണ്. That is haploid and zygote. Okay, then zygote is diploid. Dominant phase എന്ന് പറയുന്നത് gametophyte ആണ്. That produces gametes. Then zygote is formed after gametic union that develops into carposporophyte after meiosis. And this carposporophyte produces carpospores that ultimately germinate to form the main gametophytic plant body. Okay, അടുത്തത് biontic life cycle ആണ്. It is also a triphasic. Okay, triphasic life cycle. It is also called a diplohaplontic life cycle എന്ന് പറയും. Here the life cycle consists of three phases in which two phases are diploid. Okay, two phases are diploid and one is haploid. അപ്പം ഈ ഒരു ഫിഗർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് സാധാരണ കാണപ്പെടുന്നത് പോളിസൈഫോണിയ. ഓക്കെ, പോളിസൈഫോണിയുടെ ലൈഫ് സൈക്കിൾ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ കാർപ്പോസ്പോറോഫൈറ്റ്. ഓക്കെ, കാർപ്പോസ്പോറോഫൈറ്റ്. ഇവിടെ കാർപ്പോസ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, ഡിപ്ലോയിഡ്. ദെൻ ഗമേറ്റ്സ് ആർ ഹാപ്ലോയിഡ്. ഓക്കെ, ഗമേറ്റ്സ് അതായത് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് അതുപോലെ തന്നെ മെയിൽ ഗാമെറ്റോഫൈറ്റ്, ദേ ആർ ഹാപ്ലോയിഡ്. ആൻഡ് ടെട്രാസ്പോറോഫൈറ്റ് ഈസ് ഡിപ്ലോയിഡ്. ഓക്കെ, ടെട്രാസ്പോറോഫൈറ്റ് ഈസ് ഡിപ്ലോയിഡ്. അപ്പോൾ കാർപ്പോസ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്, ടെട്രാസ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്, മെയിൽ ഗാമെറ്റോഫൈറ്റ് അതുപോലെ തന്നെ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഈ ലൈഫ് സൈക്കിളിനെയാണ് ഡിപ്ലോബയോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഡിപ്ലോയിഡ് സൈഗോട്ട് ഡെവലപ്സ് മൈറ്റോട്ടിക്കലി ടു ഡിപ്ലോയിഡ് കാർപ്പോസ്പോറോഫൈറ്റിക് ഫേസ്. ഓക്കെ, കാർപ്പോസ്പോറോഫൈറ്റിക് ഫേസ്. ആൻഡ് ദിസ് കാർപ്പോസ്പോറോഫൈറ്റ് പ്രൊഡ്യൂസസ് ഡിപ്ലോയിഡ് carpospores. Okay, diploid carpospores. And this carpospores germinate into diploid tetrasporophytic phase. മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അതായത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഡെവലപ്സ് മൈറ്റോട്ടിക്കലി ടു ഡിപ്ലോയിഡ്
carposporophytic phase, and carposporophyte produces diploid carpospores. Okay, diploid carpospores, and this carpospores will germinate into diploid tetrasporophyte spore. Okay, the tetraspores germinate to haploid gametophytic generation. Haploid gametophyte, that is female gamete and male gamete. But this gametophytic generation produces male and female gametes, and this gamete fuse together. Okay, the gametes fuse together to form a zygote, and this phase is called Diplobiontic life cycle. ഇവിടെ രണ്ട് diploid phases ഉണ്ട്, that is carposporophyte and tetrasporophyte. They alternate with the haploid gametophytic phase. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. This phase zygote differentiate into diploid carposporophyte. Diploid carposporangias are developed in carposporophyte, and these diploid carpospores are produced within the carposporangia. On liberation, carpospores develop into diploid tetrasporophyte. Then tetraspores are produced after meiosis inside tetrasporangia. Then tetraspores eventually develops into male gametophytic plant thallus. ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. And this type of life cycle is exhibited by the members of red algae such as Polysiphonia. Life cycles of algae ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണെങ്കിൽ ഇവിടെ പ്രോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ഫേസ് ആണ്. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് പ്രോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ഫേസ് ആണ്. ഓക്കെ, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. ഇവിടെ ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ പ്രോമിനന്റ് ഗാമിറ്റോഫൈറ്റിക് ഫേസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണെങ്കിലോ, അതായത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ ഡൈഫേസിക് ആണ്. ദാറ്റ് ഈസ് വൺ ഫേസ് വിൽ ബി ഹാപ്ലോയിഡ് ഗാമിറ്റോഫൈറ്റിക് ഫേസ് ആൻഡ് അതർ വിൽ ബി ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ്. പിന്നെ ഹാപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ ആണെങ്കിലോ ഫേസസ് ഉണ്ട്. ഓക്കെ, 3 ഫേസസ് ഉണ്ട്. അതിൽ 1 ഡിപ്ലോയിഡ്, ഓക്കെ, 1 ഡിപ്ലോയിഡ് ആൻഡ് 2 ഹാപ്ലോയിഡ് ഫേസസ്. ഡിപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്? കാർപ്പോസ്പോറോഫൈറ്റ് അതുപോലെ തന്നെ ടെട്രാസ്പോറോഫൈറ്റ്. ഓക്കെ, കാർപ്പോസ്പോറോഫൈറ്റ് ആൻഡ് ടെട്രാസ്പോറോഫൈറ്റ് ദേ ആർ ഡിപ്ലോയിഡ് ആൻഡ് ഗമേറ്റ്സ് ആർ ഹാപ്ലോയിഡ്. ഓക്കെ, ഗമേറ്റ്സ് ആർ ഹാപ്ലോയിഡ്. അതുപോലെ തന്നെ ഇവിടെ സിലബസിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ ഇൻ മെഡിസിൻ. ഓക്കെ, ദാറ്റ് മീൻസ് ആൻറ്റിബാക്ടീരിയൽ ഏജൻറ്റ്സ്, ക്ലോറിലിൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം ക്ലോറില്ല. ദിസ് ആൻറ്റിബാക്ടീരിയൽ ഏജൻറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ കോളിഫോംസ് ആൻഡ് അതർ റിലേറ്റഡ് ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയ. അതുപോലെ തന്നെ എലേറിയ ഹെൽപ്സ് ഇൻ സ്ട്രെങ്തനിങ് ദ സ്റ്റൊമക്ക് ആൻഡ് റിസ്റ്റോറിംഗ് ദ അപ്പറ്റൈറ്റ് ആഫ്റ്റർ സിക്നസ്. അൽജിനേറ്റ്സ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ മെഡിസിൻ. ഓക്കെ, മെഡിസിൻ ഇൻഡസ്ട്രി ഫോർ ഇറ്റ്സ് ഹീമോസ്റ്റാറ്റിക് നേച്ചർ. അതുപോലെ the fucodiene and sodium laminarine sulfate used as blood anticoagulant. Digenea simplex, a rhodophycean algae, help in the production of antihelminthic drugs. അതുപോലെ extract from Rhodomila larynx and Ascophyllum nodosum are used to control both gram-positive and gram-negative bacteria. For several algae, okay, several algae contain antibiotic and antibacterial properties such as Halidris, Pelvita, Laminaria, Polysiphonia, ഹെപ്പാലോസൈഫോൺ എക്സെട്ര. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മൊഡ്യൂളിൽ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. താലസ് ഓർഗനൈസേഷൻ, ഫ്രിറ്റ്സ് ക്ലാസിഫിക്കേഷൻ, സ്മിത്ത് ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് ലൈഫ് സൈക്കിൾ ആൻഡ് 7 ഫീച്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് ക്ലാസ്സസ് ആണ്. ഇതൊക്കെ നിങ്ങൾ MSc ലെവലിൽ ഫസ്റ്റ് സെമിസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ദാറ്റ് മീൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ. മെൻഡലിയൻ ജെനറ്റിക്സ് ആൻഡ് ജീൻ ഇൻറ്ററാക്ഷൻ, ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ, അതുപോലെ തന്നെ പോളിജനിക് ഇൻഹെറിറ്റൻസ്, എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ്, ദെൻ മൈക്രോബൽ ജെനറ്റിക്സ്, അതുപോലെ ന്യൂക്ലിക് ആസിഡ്, DNA ആൻഡ് RNA, ഇസ് ടൈപ്സ്, ഫങ്ഷൻ ആൻഡ് റിപ്ലിക്കേഷൻ. ഓക്കെ, റിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മ്യൂട്ടേഷൻ, അതുപോലെ തന്നെ DNA ഡാമേജ് ആൻഡ് റിപ്പയർ. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ജെനറ്റിക് കോഡ് ആൻഡ് ജീൻ എക്സ്പ്രഷൻ, പിന്നെയോ ട്രാൻസ്ലേഷൻ, പോസ്റ്റ് ട്രാൻസ്ലേഷൻ ആൻഡ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ, അതുപോലെ പോപ്പുലേഷൻ ജെനറ്റിക്സ് അല്ലെങ്കിൽ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹ്യൂമൻ ജെനറ്റിക്സ്, ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് ആൻഡ് ബ്രീഫ് അക്കൗണ്ട് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഓക്കെ,
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.